CPM പത്തനംതിട്ട കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ഇന്ന് നടക്കും. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ പ്രതികരണമാണ് ഉണ്ടായത്. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യം ഉയർന്നിരുന്നു. TK ഗോവിന്ദനെ പാർട്ടിയിൽ നിലനിർത്താൻ ശ്രമിച്ചില്ലെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും വിമർശനം ഉയർന്നിരുന്നു. CK വിജയൻ കണ്ണൂരിൽ നിന്നും, രാഹുൽ ജി നാഥ് പത്തനംതിട്ടയിൽ നിന്നും നമുക്കൊപ്പം വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് കണ്ണൂരിലേക്ക് പോകാം. CK, ഗുഡ് മോർണിംഗ്. കണ്ണൂരിൽ പാർട്ടി കോട്ടകൾ, ഇനി കേരളത്തിൽ പാർട്ടി കോട്ടകൾ ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ എന്ന് സംശയമാണ്. ആ രീതിയിലാണ് കണ്ണൂർ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചത്. കണ്ണൂർ ബാലറ്റിലൂടെ അവരുടെ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. പയ്യന്നൂരിൽ കണ്ടു, തളിപ്പറമ്പിലും കണ്ടു. അപ്പം ഇത് പോലും വിറപ്പിച്ചു. അപ്പോൾ കണ്ണൂരിൽ നിന്ന് തന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദനെതിരെ ശബ്ദങ്ങൾ ഉയരുമോ? CK, തീർച്ചയായും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വലിയ രീതിയിലുള്ള എതിർപ്പുകൾ, വിമർശനങ്ങൾ ഇന്നലെ കണ്ണൂരിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് TK ഗോവിന്ദനുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ടായത്. അത് TK ഗോവിന്ദനെ പാർട്ടിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ശ്രമിച്ചില്ല. ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പാർട്ടി വിട്ടു പോകില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നു എങ്കിൽ കുറെ കൂടി ആശ്വാസകരമായ വിധി ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ തളിപ്പറമ്പ് പോലുള്ള മണ്ഡലം നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് ചില അംഗങ്ങൾ അഭിപ്രായം പ്രകടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ആ തളിപ്പറമ്പ് മണ്ഡലം തോറ്റതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രഹരമായത്. കാരണം തളിപ്പറമ്പ് മണ്ഡലത്തിൽ തോറ്റത് മറ്റാരുമല്ല, MV ഗോവിന്ദന്റെ ഭാര്യ കൂടിയായ PK ശ്യാമളയാണ് എന്നതും പാർട്ടിക്ക് ആഘാതം വർദ്ധിപ്പിക്കുന്നുണ്ട്. പിന്നീട് പയ്യന്നൂരിൽ നമ്മൾ കണ്ടതാണ്, 50,000-ഓളം വോട്ടിന് ഭൂരിപക്ഷത്തിനുണ്ടായിരുന്ന പയ്യന്നൂർ മണ്ഡലം പാർട്ടിയിൽ നിന്നും പോയ, അല്ലെങ്കിൽ സംഘടനാപരമായി നടപടിയെടുത്ത് പുറത്താക്കപ്പെട്ട കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നു. അവിടെ അദ്ദേഹം ജയിക്കുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയുന്നു. ഈ രണ്ട് വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഉയർന്നിരുന്നു. ഒന്ന്, പാർട്ടി സെക്രട്ടറി മാറുമ്പോൾ പകരം ഭാര്യയെ മത്സരിപ്പിക്കണം. അവരുടെ യോഗ്യതയല്ല കേട്ടോ, അതിലൊരു ശരികേടുണ്ട്, അതിലൊരു മര്യാദകേടുണ്ടെന്ന് പലരും ചൂണ്ടിക്കാണിച്ചു. പക്ഷേ അതിലൊരു തെറ്റുമില്ല എന്ന് പാർട്ടി ഉറപ്പിച്ചു നിന്നു. കണക്കുകൾ നിരത്തി ബാങ്ക് അക്കൗണ്ട് സഹിതം പുറത്തുവിട്ടാണ് കുഞ്ഞികൃഷ്ണൻ ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ പാർട്ടി കണക്കാണ്, പാർട്ടി പിരിച്ച പണമാണ്, പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ സെക്രട്ടറി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഇത് രണ്ടും പരാജയ കാരണമാണ് ഇന്ന്. തീർച്ചയായും അതെ. കാരണം അതിനപ്പുറത്തേക്ക് M സ്വരാജിനെ പോലുള്ള സംസ്ഥാന സമിതിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു കള്ളന്റെ മുന്നിൽ കണക്ക് പറയേണ്ടതില്ല എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങളുമായി വരികയും ചെയ്തു. ഇതെല്ലാം ഈ പയ്യന്നൂർ മണ്ഡലത്തിൽ ആഴത്തിലാണ് ആ പരിക്ക് ഉണ്ടായിട്ടുള്ളത്. ഓരോ സ്ഥലത്തും ഓരോ പ്രവർത്തകരും എണ്ണി TI മസൂദിനെതിരെ വോട്ട് ചെയ്തു. അല്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു കനത്ത ആഘാതം പയ്യന്നൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് വളരെ വിശദമായ ഒരു ചർച്ചയാണ് CPM അതിന്റെ സംഘടനാപരമായി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഏതാണ്ട് 10 മണിക്കൂറോളം ചർച്ചകൾ നീണ്ടു. ഈ ചർച്ചകൾക്കൊടുവിൽ ശേഷം ഇന്നും നാളെയുമായി ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മണ്ഡലത്തിലെ പല പരിപാടികൾക്കായി എത്തുന്നുണ്ട്. ഏതായാലും അടിത്തട്ട് വരെ നീളുന്ന വലിയൊരു തിരുത്തൽ ഉണ്ടാകുമെന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം ഇതിന്റെ സംഘടനാ സംവിധാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന സൂചന ലഭിക്കുന്നുണ്ട്. നേതാക്കൾ മാറാൻ വേണ്ടി പോകുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ, അതായത് കമ്മിറ്റികളിലെ പുനഃസംഘടന പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നും ഒന്നും പ്രതീക്ഷിക്കാൻ വയ്യ. ഈ രീതിയിൽ തന്നെ ഇപ്പം മൂന്നാമത്തെ ഒരു തോൽവിയാണ്. ഇത് ആദ്യം പാർലമെന്റിൽ വലിയ കനത്ത തോൽവിയുണ്ടായി, തദ്ദേശ സ്ഥാപനങ്ങളിൽ തോൽവിയുണ്ടായി, ഇപ്പോഴിതാ നിയമസഭയിലും അതിനേക്കാൾ എല്ലാം തന്നെ കടുത്ത തോൽവിയുണ്ടായി. പക്ഷേ എങ്കിൽ കൂടിയും അതൊരു അടിത്തട്ടിൽ വരെ നീളുന്ന ഒരു തിരുത്തൽ പ്രക്രിയക്ക് തുടക്കം കുറിക്കും എന്ന് ഇപ്പോൾ കരുതാൻ വയ്യ.